കൊല്ലത്ത് നീ എവിടെയൊക്കെ വീഡിയോ എടുത്തുന്ന ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. മറ്റേ കടപ്പാക്കട ആ ഭാഗത്തുള്ള. അപ്പൊ എനിക്ക് ഓർമ്മ പോണ്ട. നീ ആ കടയുടെ എവിടെ വന്ന് എന്തിനാ കളിക്കുന്നത്? കടയുടെ ഫ്രണ്ടായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ആ കടപ്പാക്കട ജംഗ്ഷനിൽ വന്ന് മോഹനായിരുന്നു നീ തിരക്കി. ആ 3 മുറി കട എന്റെ കടയാണ്. അവിടെ വന്ന് ഒരു കട അടച്ചിട്ടേക്കണം. 2 കടയുടെ വീഡിയോ നിങ്ങൾ പറയാതെ എന്തിനാണ് ഒരു കടയൊക്കെ വീഡിയോ എടുക്കുന്നത്? ബ്രോ പറയാതെ അല്ല ബ്രോ. ബ്രോ എന്നൊന്നും വിളിക്കണ്ട. എനിക്ക് 60-65 വയസ്സായി. ബ്രോ എന്നൊക്കെ വിളിക്കണ്ട. നീ നിന്റെ കൂട്ടാനെ ചെന്ന് ബ്രോഡാടി ബ്രോ എന്നൊക്കെ വിളിച്ചാൽ മതി കേട്ടോ. അല്ല സോറി മാമ, ഞാൻ വെച്ചാ നമ്മളെ പ്രായമാണെന്നും പറഞ്ഞ് വിളിച്ചതാട്ടോ. ഇങ്ങനെ അങ്ങ് ബ്രോ ആക്കണ്ട. അല്ല ബ്രോ, ഞാൻ പണ്ട് ബ്രോക്കർ ആയിരുന്നു. ഞാൻ പണ്ട് ബ്രോക്കർ പണി നിർത്തിയിട്ടാണ് ഞാനിപ്പോ കട തുടങ്ങി. അപ്പൊ നീ എന്നെ ബ്രോ എന്ന് വിളിച്ചങ്ങ് കളിയാക്കണ്ട. എന്റെ പൊന്നി ഏട്ടാ, ഞാൻ ഇനി ആ റോഡിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തതേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ കടയിൽ കയറി എടുത്തിട്ടില്ല. നീ മറ്റേ പാർക്കിലൊക്കെ പോയി മറ്റേ പെൺപിള്ളേരെ കളിക്കുന്ന വീഡിയോ ഇടുക. നമ്മളെ കടയിൽ പോകുമ്പോൾ എന്തിടെ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയെ ഇഷ്ടമല്ല. ആരെങ്കിലും ഷെയർ ചെയ്ത് തന്നെയാണോ? ആരെങ്കിലും ചേട്ടൻ അയച്ചു തന്ന വീഡിയോ ആണോ കാണുന്നത്? ചേട്ടൻ സോഷ്യൽ മീഡിയ എന്റെ കൂട്ടുകാരൻ സുരേന്ദ്രനാണ് ഈ മൊബൈൽ കൊണ്ട് കാണിച്ചേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. എടാ നിന്റെ കടയിൽ എവിടെ നിന്നുണ്ട് ഒരു ചെറുക്കം മറ്റേ കണ്ണാടിയൊക്കെ വെച്ച് മുടിയൊക്കെ ചപ്പി ചോദ്യം ചെറുക്കം വന്ന് വീഡിയോ എന്ന് പറഞ്ഞു. അയ്യോ എന്റെ പൊന്നിയേട്ടാ, ഞാൻ അറിഞ്ഞോണ്ടൊന്നുമല്ല കേട്ടോ. നിങ്ങക്ക് അല്ലെ ഇനി ഇത്രയും കാര്യമില്ല. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതല്ലേ ഉള്ളൂ. അടങ്ങടാ ഒരു പൊടിക്ക് അടങ്ങടാ. ഞാൻ സുരേന്ദ്രൻ. ഹലോ ഹലോ. എടേ നീ കാണിച്ചത് എമ്മടുത്ത് അല്ലെങ്കിൽ ആ കടയിലെ മോലാളി ഇതിന്റെ അകത്തുണ്ട്. ആ മോലാളിയുടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തു. നിങ്ങൾക്ക് എത്ര വീഡിയോ എടുത്തോളൂ. ഇത് ഒരാളുടെ അനുവാദം അല്ലാതെ എന്തിനാണ് വീഡിയോ എടുക്കണം? എന്റെ പൊന്നേട്ടാ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഷോപ്പിന്റെ അകത്തുള്ള വീഡിയോസ് അല്ല പുറത്തുള്ള വീഡിയോ എടുത്തത്. അപ്പം നിങ്ങളുടെ ചോദിക്കേണ്ട കാര്യം എന്തോ? ചോദിച്ചേ പറ്റൂ. ആ മോഹനൻ ബ്രോക്കർ പണി പൊളിഞ്ഞ് അവൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി മണലെണ്ണി കൊണ്ടാക്കിയ പൈസയാണ് കട തുടങ്ങിയേക്കണം. അറിയാമോ? ഇല്ലേട്ടാ, ഞാൻ ആ റോഡിൽ നടക്കുന്ന നമ്മളെ ബാക്കി റോഡിൽ നടക്കാൻ